വഖഫ് നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള പ്രതിഷേധം വലിയ രൂപത്തിൽ സംഘർഷമായി വളർന്നിരിക്കുന്ന പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ അതീവ ജാഗ്രതയിലാണ് ഇപ്പോൾ ജനങ്ങൾ തുടരുന്നത്. സംഘർഷത്തിൽ അറസ്റ്റിലായ ആളുകളുടെ എണ്ണം 150ആയി ഉയർന്നിട്ടുണ്ട്. പ്രതിഷേധ മേഖലയിൽ കേന്ദ്ര സർക്കാർ കൂടുതൽ BSF ജവാന്മാരെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി സാഹചര്യം നേരിട്ട് വിലയിരുത്തുമെന്നാണ് കേട്ടത്. സംഘർഷം വ്യാപിക്കാതിരിക്കുന്നതിനു വേണ്ടി നടപടികൾ സ്വീകരിച്ചതായിട്ടാണ് ബംഗാൾ സർക്കാരും വ്യക്തമാക്കുന്നത്. അതേസമയം വഖഫ് നിയമ ഭേദഗതിക്കെതിരായി ത്രിപുരയിലും സംഘർഷം ആരംഭിച്ചിരിക്കുകയാണ്. മുർഷിദാബാദിലെ സംഘർഷത്തിൽ അച്ഛനും മകനും ഉൾപ്പെടെ 3 പേരാണ് കൊല്ലപ്പെട്ടത്. ജഫ്രാബാദിലെ വീട്ടിൽ ഹർഗോവിന്ദദാസ്, ചന്ദർദാസ് എന്നിവരെ വെട്ടേറ്റു മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഇവരുടെ വീട് അക്രമികൾ കൊള്ളയടിച്ചിട്ടുണ്ട്. സാംസർഗഞ്ചിലെ ധുലിയാനയിൽ മറ്റൊരാളും വെടിയേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സംഘർഷത്തിൽ പോലീസുകാർക്കുൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മുർഷിദാബാദിലെ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ കേന്ദ്രസേനയെ വിന്യസിപ്പിക്കാൻ കൽക്കട്ട ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ചിന്റെ ഉത്തരവുമുണ്ട്. പശ്ചിമബംഗാൾ പ്രതിപക്ഷ നേതാവായ സുവേന്ദു അധികാരി നൽകിയ ഹർജിയിലാണ് ഉത്തരവ് വന്നത്. മുർഷിദാബാദിൽ സമാധാനം പുനഃസ്ഥാപിക്കണം. അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ കോടതിക്ക് കണ്ണടച്ചിരിക്കാൻ സാധിക്കില്ല എന്നും പ്രത്യേക ബെഞ്ച് നിരീക്ഷിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ സംബന്ധിച്ച് വിശദമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏപ്രിൽ 17-ാം തീയതിയാണ് കേസിൽ കൂടുതൽ വാദം കോടതി കേൾക്കുന്നത്. നിലവിൽ 5 കമ്പനി BSF സേനയെയാണ് ഇവിടെ വിന്യസിപ്പിച്ചിരിക്കുന്നത്. കമ്പനി നിയന്ത്രിക്കാൻ പ്രദേശത്ത് കേന്ദ്രസേനയെ വിന്യസിപ്പിക്കാൻ കൽക്കട്ട ഹൈക്കോടതിയുടെ ഉത്തരവാണ്. പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ ഹർജി കോടതി ശക്തമായ രൂപത്തിൽ പരിഗണിക്കുകയും ഉടൻ തന്നെ ഇടപെടൽ നടത്തുകയും ചെയ്തു. മറ്റിടങ്ങളിലേക്ക് സംഘർഷം പടർന്നു പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചതായി സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി തുടർ സാഹചര്യം നേരിട്ട് വിലയിരുത്തണം. ഇതിനിടയിൽ വഖഫ് നിയമത്തിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിൽ ത്രിപുരയിലും സംഘർഷം ആളിക്കത്തുകയാണ്. ഉനക്കോട്ടി ജില്ലയിൽ നടന്ന പ്രതിഷേധത്തിൽ നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതിഷേധത്തിനിടയിലുണ്ടായ ആക്രമണത്തിൽ 3 പേരാണ് കൊല്ലപ്പെട്ടതായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. നിരവധി ആളുകൾക്ക് പരിക്കേറ്റതായിട്ടാണ് വിവരം. നഗരത്തിലുടനീളം നടന്ന ആക്രമണത്തിൽ 150-ലധികം പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. 35 പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. പോലീസിന് നിയന്ത്രിക്കാൻ കഴിയുന്നതിനും അതീതമാണ് ആക്രമണം എന്ന് മുതിർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നു. കേന്ദ്രസേനയെ വിന്യസിപ്പിക്കണം എന്ന കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഉത്തരവിന് പിന്നാലെ ബംഗാളിലെ അതിർത്തി സുരക്ഷാ സേന IG കർണി സിംഗ് ഷെഖാവത്ത് മുർഷിദാബാദ് സന്ദർശിച്ചിട്ടുണ്ട്. 300 BSF ഉദ്യോഗസ്ഥരെ മുർഷിദാബാദിൽ വിന്യസിപ്പിച്ചിട്ടുണ്ട്. സുധി ഷംഷേർഗഞ്ച് തുടങ്ങിയ സ്ഥലങ്ങളിൽ അർദ്ധ സൈനികരെയും വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം കഴിഞ്ഞ ദിവസം രാത്രി തന്നെ സേനാ അംഗങ്ങൾ പ്രദേശത്ത് പട്രോളിംഗ് നടത്തിയിരുന്നു. ആക്രമിക്കപ്പെട്ട കുടുംബങ്ങളുമായി ഉദ്യോഗസ്ഥർ സംസാരിക്കുകയും ചെയ്തു. ഹൈന്ദവരെ ലക്ഷ്യമിട്ടിട്ടാണ് ആക്രമണം നടക്കുന്നതെന്നും ഹിന്ദുക്കൾ സുരക്ഷിതരല്ലെന്നും BJP നേതാവ് സുവേന്ദു അധികാരി പ്രതികരിച്ചു. ഹൈന്ദവരുടെ ഉത്സവങ്ങൾ ആഘോഷിക്കുന്നതിന് കോടതിയിൽ പോകേണ്ടുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. വീടുകളും കടകളും കൊള്ളയടിക്കുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വഖഫ് നിയമത്തിനെതിരായി തുടങ്ങിയ കലാപമാണിപ്പോൾ ഹിന്ദു വിരുദ്ധ കലാപമായി ബംഗാളിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. മുർഷിദാബാദിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കേന്ദ്രസേനയാണ് കൊൽക്കത്ത ഹൈക്കോടതി വിന്യസിപ്പിക്കാൻ ഉത്തരവിട്ടത്. BJP നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിലെ സംസേർഗഞ്ച് എന്ന സ്ഥലത്താണ് അക്രമകാരികൾ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. കലാപബാധിത മേഖലയിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. മേഖലയിലെ ഇന്റർനെറ്റ് സംവിധാനങ്ങളും നിർത്തിവെച്ചു. മുർഷിദാബാദിൽ നടന്ന പ്രതിഷേധത്തിൽ ഇതുവരെ 150ഓളം ആളുകളെ അറസ്റ്റ് ചെയ്തു മാറ്റിയതും സ്ഥിതി ഏതാണ്ട് സമാധാനപൂർണമാക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. മുർഷിദാബാദിൽ ഇപ്പോഴും സംഘർഷഭരിതമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നും സൈന്യം പറഞ്ഞു. ആക്രമണത്തെക്കുറിച്ച് വിവരം ലഭിച്ച ഉടനെ തന്നെ ഗവർണർ എന്ന നിലയിൽ ബന്ധപ്പെട്ട അധികാരികളുമായി ചർച്ച ചെയ്തിരുന്നു എന്നാണ് ഗവർണർ പറയുന്നത്. വിവിധ രാഷ്ട്രീയ നേതാക്കളുമായി വിഷയം ചർച്ച ചെയ്ത് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഹൈക്കോടതി ഇടപെട്ട് ഉചിതമായ തീരുമാനം സ്വീകരിച്ചതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിഷേധത്തിന്റെ പേരിൽ അക്രമം അനുവദിക്കാൻ കഴിയില്ല. രാഷ്ട്രീയത്തെ മതവുമായി കൂട്ടിക്കലർത്തുകയാണ് ഒരു വിഭാഗം പ്രതിഷേധകാരികൾ. അക്രമം തുടർന്നാൽ ശക്തമായ നടപടി സ്വീകരിക്കും. ഇത്തരം സാഹചര്യം ബംഗാളിന് അനുവദിക്കാൻ സാധിക്കില്ല. ബംഗാളിലെ സമാധാന അന്തരീക്ഷം തകർന്നു. അക്രമം തുടർന്നാൽ അടിച്ചമർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു.
വഖഫ് ബില്ലിനെതിരെ നടക്കുന്ന പ്രതിഷേധത്തിന്റെ മറവിൽ കലാപഭൂമിയായി മാറിയ മുർഷിദാബാദിൽ സേനയെ വിന്യസിപ്പിച്ച കൊൽക്കത്ത ഹൈക്കോടതി വിധിയെ സംബന്ധിച്ചിട്ട് വളരെയധികം സന്തോഷമുണ്ട് എന്നാണ് പശ്ചിമ ബംഗാൾ ഗവർണറായ CV ആനന്ദബോസ് പ്രതികരിച്ചത്. വഖഫ് ബില്ലിനെതിരാണ് എന്ന് പറഞ്ഞ് നടന്ന ഒരു പ്രതിഷേധം അത് പെട്ടെന്ന് തന്നെ അക്രമാസക്തമാകുകയായിരുന്നു. ഇത് തന്നെയാണ് നമ്മൾ ബംഗ്ലാദേശിലും കണ്ടത്. ഇപ്പോ മുർഷിദാബാദിൽ നടന്ന പ്രതിഷേധത്തിൽ ഇതുവരെ 150ഓളം ആളുകളെ അറസ്റ്റ് ചെയ്തു. നിരവധി വാഹനങ്ങൾക്കാണ് അക്രമകാരികൾ തീയിട്ടത്. മാൾട്ട, മുർഷിദാബാദ് സൗത്ത് 24, പർഗനാസ്, ഹൂഗ്ലി ഇവിടങ്ങളിലൊക്കെ വെള്ളിയാഴ്ച മുതൽ പ്രക്ഷോഭം തുടരുകയാണ്. ഈ അക്രമവുമായി ബന്ധപ്പെട്ട് സുദിയിൽ നിന്ന് 70 പേരെയും സാംസർഗഞ്ചിൽ നിന്ന് 41 പേരെയും അറസ്റ്റ് ചെയ്തതായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഇന്നലെ രാവിലെയും പലയിടങ്ങളിലും സംഘർഷം തുടർന്നിട്ടുണ്ട്. എന്നാൽ പ്രതികൂലമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നു. കടുത്ത പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിച്ച മുർഷിദാബാദ് ജില്ലയിലെ അക്രമബാധിത പ്രദേശങ്ങളിൽ അധികൃതർ നിയന്ത്രണ ഉത്തരവുകൾ നടപ്പിലാക്കുകയും ഇന്റർനെറ്റ് കണക്ഷൻ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തതുകൊണ്ട് തന്നെയാണ് ക്രമസമാധാന നില നിയന്ത്രണ വിധേയമാക്കാൻ സൈന്യത്തിന് സാധിച്ചത്. ഇപ്പോ സുദി, സാംസർഗഞ്ച് പ്രദേശങ്ങളിൽ പട്രോളിംഗ് നടക്കുന്നുണ്ട്. ആരെയും എവിടെയും വീണ്ടും സംഘടിക്കാൻ അനുവദിക്കില്ല. ക്രമസമാധാന നില തകർക്കാനുള്ള ഒരു ശ്രമവും അനുവദിക്കില്ല. ഒരു ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ്. സോഷ്യൽ മീഡിയയിലെ കിംവദന്തികൾ ശ്രദ്ധിക്കരുതെന്നും ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. സുദിയിലെ അസ്വസ്ഥതകൾക്കിടയിൽ പോലീസ് വെടിവെപ്പിൽ പരിക്കേറ്റതായി റിപ്പോർട്ട് ചെയ്ത ഒരു കൗമാരക്കാരനെ ചികിത്സയ്ക്കായി കൊൽക്കത്തയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മമതാ ബാനർജി ഭരണകൂടത്തെ വിമർശിച്ച BJP സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് സഹായം അഭ്യർത്ഥിക്കണം എന്ന് നിർദ്ദേശിച്ചു. അക്രമം നടത്തുന്നവരെ തിരിച്ചറിയാനും പിടികൂടാനും നിയമപ്രകാരമുള്ള ഏറ്റവും കഠിനമായ ശിക്ഷകൾ അവർക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനും അധികാരികൾ തയ്യാറാകണം എന്ന് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പശ്ചിമ ബംഗാൾ BJP സംസ്ഥാന അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ സുകാന്ത മജുംദാർ രംഗത്ത് വന്നു. ഹൈന്ദവരെ ഭീഷണിപ്പെടുത്തി മമതയും സർക്കാരും മറ്റൊരു ബംഗ്ലാദേശ് സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെന്നും അവരുടെ നിർദ്ദേശപ്രകാരം പോലീസ് മൗനം പാലിക്കുകയാണെന്നും സുകാന്ത മജുംദാർ പറഞ്ഞു. വഖഫ് ബില്ലിനെതിരെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇത്രയും ആക്രമണം നടന്നിട്ടും പോലീസ് ഒന്നും ചെയ്യുന്നില്ല. മമതാ ബാനർജിയുടെ നിർദ്ദേശപ്രകാരമാണ് അവർ മൗനം പാലിക്കുന്നത്. ഹൈന്ദവരെ സർക്കാർ ഭീഷണിപ്പെടുത്തുന്നു. ബംഗ്ലാദേശ് സൃഷ്ടിക്കാനാണ് മമത ശ്രമിക്കുന്നതെന്നും എന്നാൽ ഹൈന്ദവർ എന്നും പോരാടിയിട്ടുണ്ടെന്നും അത് തുടരുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. മുർഷിദാബാദിലെ വീടുകളിൽ കയറി അക്രമികൾ മോഷണം നടത്തുന്നു, കൊള്ളയടിക്കുന്നു. സ്ഥിതിഗതികൾ അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രദേശത്തെ ഹിന്ദു സ്ത്രീകളെ പീഡിപ്പിക്കുകയും വീടുകൾ കൊള്ളയടിക്കുകയും ചെയ്യുന്നുണ്ട്. പോലീസ് മൗനം തുടരുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവരങ്ങൾ അന്വേഷിച്ചു വരുന്നുണ്ടെന്നും മജുംദാർ പറഞ്ഞു. സംസ്ഥാനത്ത് BJP ഭരിച്ചിരുന്നെങ്കിൽ ഇത്തരം അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. ഗുണ്ടായിസവും അക്രമവും 5 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ അടിച്ചമർത്തുമായിരുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ പ്രീണന നയം കാരണം ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല. തൃണമൂൽ കോൺഗ്രസിലെ ആളുകളും വഖഫ് സ്വത്തുക്കൾ നിയമവിരുദ്ധമായി കൈവശം വെച്ചിരിക്കുകയാണ്. അതിനാൽ മുസ്ലിം സമൂഹത്തിലെ ആളുകൾ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നന്ദി.